വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. രാജ്യത്ത് നിന്ന് പുറത്തുനിന്നുള്ള തുറമുഖങ്ങളിൽ നിന്ന് കയറ്റുമതി നടത്തുന്നവർക്ക് ഇനി വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് ചരക്കുകൾ അയക്കാം. കേരളത്തിൻ്റെ സമഗ്ര സമുദ്ര വാണിജ്യ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് LDF സർക്കാർ, പിണറായി വിജയൻ സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് ഇതോടെ പുതിയ നാഴികക്കല്ല് പിന്നിടുന്നത്. ഇപ്പോൾ അവിടുത്തെ ഉദ്ഘാടന ചടങ്ങ് പങ്കെടുക്കാനായി മുഖ്യമന്ത്രി VD സതീശൻ അടക്കം എത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദവുമുണ്ട്. കൂടെ ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നു. കമലേഷ്, LDF സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി അങ്ങനെ യാഥാർത്ഥ്യമാകുന്നു. സർക്കാർ തുടർച്ച എന്ന അർത്ഥത്തിൽ ഇതാ VD സതീശൻ അവിടെ മുഖ്യമന്ത്രിയായി എത്തുന്നു. കേരളത്തിൻ്റെ വികസന പന്ഥാവിൽ വലിയൊരു നാഴികക്കല്ലാവുകയാണ് വിഴിഞ്ഞം. സമ്പൂർണ്ണ കയറ്റ ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഇനി വിഴിഞ്ഞത്ത് നിന്ന് തുടങ്ങാം. കമലേഷ്, ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത് നിലവിൽ ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ മുൻപ് മുഖ്യമന്ത്രി ഇവിടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തി ചില യോഗങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം നിലവിലിപ്പോൾ ബർത്ത് സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ. ഏതായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഒരു ഏറ്റവും നിർണായകമായ ഒരു വലിയ ചുവടുവയ്പ്പാണ് ഈ ഒരു എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്ന് പറയുന്നത്. എക്സിം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രവർത്തനങ്ങളാണ്. നിലവിൽ ഇതുവരെ ഈ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അതിന്റെ അതായത് സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാണ് വരിക. അതായത് സംസ്ഥാനത്തിന് അകത്ത് നിന്നുള്ള കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി മുതൽ വിഴിഞ്ഞത്ത് വലിയ വരുമാനത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ ഈ ചരക്ക് ഗതാഗതത്തിന്റെ, അതായത് കരമാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന്റെ ഉദ്ഘാടനം കൂടി നടക്കുന്നുണ്ട്. 2 കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് കൂടി ഇന്ന് മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട്. ഏതായാലും 20 അടിയുള്ള ഒരു കണ്ടെയ്നർ, അതുപോലെ തന്നെ 40 അടിയുള്ള മറ്റൊരു കണ്ടെയ്നർ, ഈ 2 കണ്ടെയ്നറുകളാണ് ഇന്ന് പോകുന്നത്. അത് ഇസ്താംബുളിലേക്ക് പോകുന്ന കണ്ടെയ്നറുകളാണ് എന്നതാണ്. ഇതിനകത്ത് ഒരു കണ്ടെയ്നറിനകത്ത് ക്ലേ ഉൾപ്പെടെ, അതായത് കളിമണ്ണ് ഉൾപ്പെടെ ഈ പെയിന്റ് അടക്കമുള്ള സാധനങ്ങൾ, വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെയാണ് ഒരു കണ്ടെയ്നറിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റൊന്ന് ഫുഡ് പ്രോഡക്ട്സ് ആണ്. ആ നിലയിൽ 2 കണ്ടെയ്നറുകളാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. ഇസ്താംബുളിലേക്കാണ്, തുർക്കിയിലെ ഇസ്താംബുളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നതാണ് നിലവിലെ ഒരു കാര്യം. ഏതായാലും അതൊരു മികച്ച തുടക്കമാകും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുവരെ വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായിരുന്നു. അതായത് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ചരക്കുകളെല്ലാം അത് കയറ്റിറക്ക് മാത്രം നടക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ക്രൂ ചേഞ്ച് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ ഈ വലിയ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ മദർ ഷിപ്പുകളെ ഉൾപ്പെടെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക്, സിംഗപ്പൂർ, കൊളംബോ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളെയാണ് രാജ്യം പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. ഇനിയിപ്പോൾ അത്തരത്തിൽ പുറത്തേക്ക് പോകേണ്ടതില്ല. വിഴിഞ്ഞത്ത് എത്തി വിഴിഞ്ഞം വഴി നമുക്ക് നമ്മുടെ ചരക്കുകളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വിഴിഞ്ഞത്ത് തുടക്കമാവുകയാണ് എന്നതാണ്. ഏതായാലും ഇതിന്റെ ആദ്യഘട്ടം, അതായത് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ 2 LDF സർക്കാരുകളെ കുറിച്ച് പറയാതെ പോകാനാവില്ല. ഒന്നാം പിണറായി സർക്കാരും അതുപോലെ തന്നെ 2ാം പിണറായി സർക്കാരും വലിയ ഈ 2 LDF സർക്കാരുകളുടെ ഇച്ഛാശക്തിയുടെ വിജയം കൂടിയാണ് ഇന്ന് തുറമുഖം ഈ നിലയിൽ കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതെ കമലേഷ് തെക്കേക്കാട്, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പല വിധത്തിലും ഈ പദ്ധതി ഏതാണ്ട് മൃതിയടയുന്ന ഘട്ടങ്ങളിലേക്ക് പോയതാണ്. ഈ 1ാം പിണറായി വിജയൻ സർക്കാർ മുതൽ അതിനെ തട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ ഗ്യാപ് ഫണ്ട് അടക്കം നമുക്ക് അർഹതപ്പെട്ട പല പണവും നൽകാതിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്, തൂത്തുക്കുടിക്ക് നൽകുന്ന പല വിധത്തിലുമുള്ള കേന്ദ്ര ആനുകൂല്യങ്ങൾ നമുക്ക് നൽകാതിരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുമുള്ള കേന്ദ്രത്തിൻ്റെയും ഈ ഇപ്പോഴത്തെ ഭരണപക്ഷം അന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ ഉയർത്തിയ രാഷ്ട്രീയ സമരങ്ങളുടെയും അവരുടെ നേതൃത്വത്തിൽ നടന്ന മറ്റുള്ള സമരങ്ങളുടെയും ഒക്കെ അങ്ങനെയുള്ള പ്രതിസന്ധികളെ ഒക്കെ അതിജീവിച്ചാണ് പിണറായി വിജയൻ സർക്കാർ ഇതൊരു യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. ആ യാഥാർത്ഥ്യത്തിൻ്റെ ഫ്രൂട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം കൊയ്യാൻ പോകുന്നത്.
അതായത് പൂർണ്ണ അർത്ഥത്തിൽ കയറ്റിറക്കുമതി എന്ന നിലയിലേക്ക് ഒരു തുറമുഖം അതിൻ്റെ ഫുൾ സ്വിങ് ആവുകയാണ്. മാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഈ തുറമുഖം എന്നത് മാത്രമല്ല, തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനങ്ങൾ സാധ്യമാക്കാൻ, ഇവിടേക്ക് ചരക്കുകൾ എത്താനും അത് സൂക്ഷിക്കാനും പുറത്തേക്ക് പോകാനും, അങ്ങനെ ലിങ്ക് റോഡുകളടക്കം, അപ്രോച്ച് റോഡുകളടക്കം, അപ്രോച്ച് റെയിൽവേ അടക്കം, അല്ലെങ്കിൽ റിംഗ് റോഡുകളുടെ അടക്കം ഒക്കെ കണക്ടിവിറ്റി ഉണ്ടാക്കുകയും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസനത്തിൻ്റെ കാര്യങ്ങൾ കൂടി തീർക്കുന്ന തരത്തിലേക്കുള്ള അതിൻ്റെ പ്രാഥമികമായ ഘട്ടങ്ങളൊക്കെ പൂർത്തീകരിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ ഒരു ഫ്രൂട്ടാണ് ഇപ്പോൾ നമ്മൾ കൊയ്യാൻ പോകുന്നത്. കമലേഷ് തെക്കേക്കാട്. അജിംഷ, തീർച്ചയായും ആ നിലയിൽ നടന്നിട്ടുള്ള വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് അതിന്റെ വരുമാന വിഹിതം ലഭിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന കരാർ പ്രകാരം വർഷങ്ങൾക്കപ്പുറം മാത്രമാണ് ഇതിന്റെ ലാഭവിഹിതം സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കരാർ പ്രകാരം ഇതിന്റെ ലാഭവിഹിതം തുച്ഛമായ ലാഭവിഹിതം മാത്രം സംസ്ഥാനത്തിന്, അതും വളരെ വർഷങ്ങൾക്ക് ശേഷം മാത്രം ലഭിക്കുന്ന ഒരു കരാറാണ് നേരത്തെ നിലനിന്നിരുന്നത്. അത് അഡ്വാൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് കമലേഷ് തെക്കേക്കാട് തുടരാം. അതായത് ഈ ബിൽറ്റ് ഓപ്പറേറ്റ് ഓൺ ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബൂട്ട്, ബിൽറ്റ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ബോട്ട്, ആ സംവിധാനങ്ങളുടെ വ്യത്യാസം, അത് ഉമ്മൻചാണ്ടി സർക്കാർ തിരഞ്ഞെടുത്തതിലുള്ള വലിയ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ ഭാവിക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്, തുറമുഖത്തിൻ്റെ തന്നെ. അപ്പോൾ അതൊക്കെ അതിജീവിക്കുന്ന തരത്തിലേക്കുള്ള വിവിധ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് ഈ കരാർ റദ്ദാകാതെ തുടർന്നു കൊണ്ടുപോകുന്നതിൽ പിണറായി വിജയൻ സർക്കാർ എടുത്ത എഫർട്ട്, അതാണ് കമലേഷ് വരച്ചിട്ട് വന്നത്. പറയൂ, തുടരൂ. അജിംഷ, തീർച്ചയായും ആ നിലയിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ആ കരാറുമായി ബന്ധപ്പെട്ട്, ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന കരാറുമായി ബന്ധപ്പെട്ട്. അതിനെ ആ ഘട്ടത്തിൽ ആ കരാറിന്റെ കാര്യങ്ങളെ LDF പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിൽ എതിർക്കുകയും ചെയ്തിരുന്നു. അന്ന് വിഴിഞ്ഞം വേണ്ട എന്ന നിലപാടല്ല സ്വീകരിച്ചത്, വിഴിഞ്ഞം വേണം, പക്ഷെ അത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ നിലയിലേക്ക് അതിന്റെ കരാറിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന കാര്യമാണ് അന്ന് LDF പ്രതിപക്ഷത്തിരുന്ന ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ ആ കരാറിനകത്ത് സമൂലമായ മാറ്റം വരുത്തി. അതിൽ 2028 കൂടി തന്നെ ഈ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുൻപേ തന്നെ വിഴിഞ്ഞത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന നിലയുണ്ടായി. 2035 കൂടി ഇതിന്റെ ലാഭവിഹിതം സർക്കാരിന് ലഭിക്കുന്ന നിലയിലേക്കുള്ള തീരുമാനങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വളരെ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അത് തലസ്ഥാനത്ത് കേരളത്തെ പൊതുവിൽ രാജ്യത്തിന് തന്നെ വലിയ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ മേഖലകളിൽ വലിയ കുതിപ്പുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇന്നിപ്പോൾ അതിന്റെ മറ്റൊരു നാഴികക്കല്ല് വിഴിഞ്ഞം തുറമുഖം പിന്നിടുകയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കരമാർഗമുള്ള ചരക്ക് ഗതാഗതം കൂടി യാഥാർത്ഥ്യമാകുന്നു. ഈ ഔട്ടർ റിംഗ് റോഡ്, അതായത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നേരത്തെ LDF സർക്കാർ ഉണ്ടായപ്പോൾ മുതൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. എന്നാൽ 4 വർഷങ്ങൾക്ക് ഇപ്പുറം നിലവിൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് കേന്ദ്രം അതിനുള്ള അനുമതി നൽകുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഏതായാലും അതിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചു കഴിഞ്ഞു. മറ്റ് അനുമതികൾ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഔട്ടർ റിംഗ് റോഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാവുന്നതോടുകൂടി തന്നെ അതോടൊപ്പം ഇതിനു വേണ്ടി ഭൂമി വിട്ടു നൽകിയ ആളുകൾക്ക് അതിന്റെ നഷ്ടപരിഹാര തുക ഉൾപ്പെടെ ലഭിക്കുന്നതോടുകൂടി അത് മറ്റൊരു പ്രശ്നമായിരുന്ന ഒരു കാര്യം, അതിനൊരു പരിഹാരം കൂടിയാവുന്നു എന്നുള്ളതാണ്. ഏതായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അത് പൂർണ്ണ തോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ചരക്ക് കയറ്റ് ഇറക്ക് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നു. അതിന്റെ എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ 10:45 കൂടി മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ആ ചടങ്ങ് നടക്കുന്നതിന് വേണ്ടി. അതെ, ഇന്ന് ഈ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ ഇനി എന്തൊക്കെയാണുള്ളത്? ഇപ്പോൾ മുഖ്യമന്ത്രി വന്നു, അവിടെ ഇതിൻ്റെ ബെർത്ത് സന്ദർശിച്ചു, മാത്രമല്ല ഈ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇനി ഈ ഉദ്ഘാടന ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആദ്യമേ നേരത്തെ കമലേഷ് തെക്കേക്കാട് സൂചിപ്പിച്ചതുപോലെ തുർക്കിയിലെ ഇസ്താംബുളിലേക്ക് പോകുന്ന കപ്പലോടുകൂടിയാണോ ഉദ്ഘാടനം എന്ന അർത്ഥത്തിൽ ഔദ്യോഗികമായ ചടങ്ങിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണോ?
അജിംഷാദ്, ഈ കണ്ടെയ്നറുകളുടെ ഫ്ലാഗ് ഓഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുണ്ട്. അത് ഏത് രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല. അത് മാധ്യമങ്ങളെ പിന്നീട് അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ, അതായത് പ്രസംഗം ഉൾപ്പെടെയുള്ള ഉദ്ഘാടന ചടങ്ങുകളെല്ലാം തന്നെ 10:45 ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കൃത്യസമയത്ത് തന്നെ പരിപാടികൾ തുടങ്ങും എന്നുള്ളതാണ്. ഏതായാലും അതിനു മുൻപ് മുഖ്യമന്ത്രിക്ക് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ തന്നെ വന്നു. ഈ വിഴിഞ്ഞം അദാനി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരു യോഗം അതിനു മുൻപ് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷമാണ് ബർത്ത് സന്ദർശിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. ആ ബർത്ത് അദ്ദേഹവും അതുപോലെ തന്നെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരുമിച്ചാണ് ഇങ്ങോട്ട് എത്തിയത്. അവർ ഒരുമിച്ച് ബർത്ത് സന്ദർശിച്ചതിന് ശേഷം തിരികെ ഓഫീസിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 10:45 ഉദ്ഘാടന ചടങ്ങുകൾ ആവുന്ന ഘട്ടത്തിലായിരിക്കും അദ്ദേഹം വേദിയിലേക്ക് വരിക.